ഗംഭീർ മെൻഡറായ ശേഷമാണ് കൊൽക്കത്ത ടീം കപ്പ് നേടിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊൽക്കത്ത IPL കിരീടം സ്വന്തമാക്കിയത്. ഗംഭീർ ഉപയോഗിച്ച ഒരു ട്രിക്കാണ് അതിന് കാരണം. ഓപ്പണിംഗിൽ സുനിൽ നരേനെയാണ് ഗംഭീർ കളിപ്പിച്ചത്. ഇപ്പോഴിതാ ഈ ഒരു രീതി ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ഗംഭീറിന്റെ പദ്ധതി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഞ്ചാമത് കളിക്കുന്ന ഒരു താരത്തെ ഓപ്പണിംഗിൽ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. അതിനാണ് ഗംഭീർ ഇപ്പോൾ ശ്രമിക്കുന്നത്. T20 ക്രിക്കറ്റിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സഞ്ജു എപ്പോഴും 5ാം നമ്പറിലാണ് കളിക്കാറ്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. അയർലൻഡുമായിട്ട് സഞ്ജു ഓപ്പണിംഗിൽ കളിച്ചിട്ടുണ്ട്. അന്ന് സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ T20 ക്രിക്കറ്റിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറങ്ങാൻ സാധിച്ചാൽ സെഞ്ചുറി വരെ സഞ്ജു അടിക്കും. സാധാരണ സഞ്ജു 5ാം നമ്പറിൽ കളിക്കുന്നതുകൊണ്ടാണ് താരത്തിന് ബാറ്റിങ്ങിന് അവസരം കിട്ടാത്തത്. സഞ്ജുവിനെ കഴിവ് തെളിയിക്കാൻ ഒരവസരം BCCI കൊടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഗംഭീർ അങ്ങനെയല്ല. സഞ്ജുവിനെ ഗംഭീർ ഓപ്പണിംഗിൽ കളിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വരുന്നത്. T20 ക്രിക്കറ്റിൽ ഇനി സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. ഗംഭീറിന്റെ മുന്നിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ അക്സർ പട്ടേലാണ്. ബൗൾ ചെയ്യുന്ന ഒരു താരത്തെ ഓപ്പണിംഗിൽ ഇറക്കാനും പദ്ധതിയുണ്ട്. എന്തായാലും ഗംഭീർ വന്നതോടെ T20 ടീം അടിമുടി മാറുകയാണ്. അടുത്ത പ്രാവശ്യത്തെ T20 വേൾഡ് കപ്പും ഇന്ത്യ തന്നെ നേടാൻ സാധ്യതയുണ്ട്. ഗംഭീർ കോച്ചായി വന്നത് സഞ്ജുവിന് ലോട്ടറിയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.